എന്താണ് ലക്ഷ്യം? ഒന്നും ഇതുവരെ ആർക്കും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ലല്ലോ. നമുക്ക് നാണക്കേടാ. കൂടെ ഉണ്ടായിട്ടും ഇത്രയും കാലമായിട്ടും സ്വാമിയെക്കുറിച്ചൊന്നും അറിയില്ല എന്ന് പറയുന്നത്. ശ്രമിച്ചില്ല, അതുകൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ശ്രമിച്ചിരുന്നെങ്കിൽ സാധിച്ചേനെ. ഇതിലും വലിയ പലതും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെയല്ലേ സ്വാമി. അത് വെറുതെയാ. ശ്രമിച്ചാലും സ്വാമിയെക്കുറിച്ചുള്ള ഒരു വിവരവും കണ്ടുപിടിക്കാൻ പറ്റില്ലെന്നാ എനിക്ക് തോന്നുന്നത്. രഹസ്യങ്ങളുടെ ഒരു കലവറയാവാൻ മാത്രമല്ല, ആ രഹസ്യങ്ങൾ ഭംഗിയായിട്ട് ഒളിപ്പിച്ചു വെക്കാനും സ്വാമിക്കൊരു പ്രത്യേക കഴിവുണ്ട്. ഞാനൊന്ന് ട്രൈ ചെയ്യട്ടെ. എനിക്ക് പ്രതീക്ഷയൊന്നുമില്ല. മുൻവിധി വേണ്ട. ചിലപ്പോ എന്തെങ്കിലും കിട്ടിയാലോ? സ്വാമിയുടെ എല്ലാ യാത്രകളും രഹസ്യമാണ്. പക്ഷേ ഈ യാത്രയ്ക്ക് ഒരു അതിഥി കൂടി ഉണ്ടായിരിക്കും. സ്വാമി അറിയാതെ പിന്തുടരണം. ഇത്തവണ സ്വാമിയുടെ വേറബോട്ട്സും കൊണ്ടേ ഞാൻ തിരിച്ചു വരും. ഈ പ്രശ്നങ്ങൾ തീർക്കാൻ എന്തൊക്കെയോ വഴികള് സ്വാമിയും ഡാഡിയും കൂടെ ആലോചിക്കുന്നുണ്ട്. എന്റെ ഊഹം ശരിയാണെങ്കിൽ അവർക്കൊരു സൊല്യൂഷൻ കിട്ടിയെന്ന് ഉറപ്പാ. രണ്ടുപേരുടെയും സംസാരത്തിലും ശരീരഭാഷയിലും ആ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. എന്താ വഴിയെന്ന് മാത്രമേ ഇനി അറിയാനുള്ളൂ. അത് സ്വാമിയുടെ യാത്ര കഴിയുമ്പോൾ മനസ്സിലാവും. കടം തീർക്കാനുള്ള വഴി തേടി സ്വാമി പോകുമെന്ന് ഉറപ്പല്ലേ? എന്താണ് ആ വഴി? അതിത്തവണ നമ്മൾ മനസ്സിലാക്കും. സ്വാമി അറിയില്ല, ആരും അറിയില്ല. സ്വാമിയുടെ കൂടെ ഒരു നിഴല് പോലെ ഞാനുണ്ടാവും. ആ രഹസ്യം അറിയാവുന്നത് എനിക്ക് മാത്രം. സ്വാമി മുമ്പിൽ, ഞാൻ പിന്നിൽ. എന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ സിദ്ധുവേട്ടന്? എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോ എവിടെന്നെങ്കിലും അപ്രതീക്ഷിതമായിട്ട് സഹായം കിട്ടും. ദൈവാനുഗ്രഹമുള്ള ആളാ ഞാനെന്ന് കുട്ടിക്കാലം മുതലേ അപ്പച്ചി പറയുമായിരുന്നു. ആ അപ്പച്ചിയാ വരാൻ പോകുന്നെ, അതും എനിക്ക് വേണ്ടി. മനസ്സിലായില്ല. ഇന്ദ്രാണി അപ്പച്ചിന്ന് കേട്ടിട്ടുണ്ടോ സിദ്ധുവേട്ടൻ? എന്റെ ഏറ്റവും പ്രിയപ്പെട്ട അപ്പച്ചി അത്. അപ്പച്ചിയാണ് വരാൻ പോകുന്നത്. എന്തിന്? അത് വന്നിട്ട് പറയാം. അതല്ലേ ശരി. വരട്ടെ സിദ്ധു. ആര് വന്നാലും നമുക്കെന്താ? ഈ വീട്ടിൽ എത്ര പേർക്ക് വേണമെങ്കിലും താമസിക്കാലോ. താമസിക്കുകയൊക്കെ ചെയ്യാം, എന്നിട്ട് ഒടുക്കം ഇവിടുത്തെ സ്വസ്ഥത പോകരുത്. എനിക്ക് അത്രയേ ഉള്ളൂ. ഓ, അല്ലെങ്കിൽ ഇവിടെ അങ്ങ് ഭയങ്കര സ്വസ്ഥതയാ. ആ, അച്ഛന്റെ അനുവാദം വാങ്ങാതെ ആരെയും ഇവിടെ താമസിക്കാൻ പാടില്ലെന്ന എന്റെ അഭിപ്രായം. ഞാനല്ല, സിദ്ധു പറയട്ടെ. സിദ്ധു ആ തീരുമാനമെടുക്കേണ്ടത്. സിദ്ധുവേട്ടന് എതിർപ്പൊന്നും ഉണ്ടാവില്ല അല്ലേ ചേച്ചിമ്മേ? ആ, എതിർപ്പുണ്ടെങ്കിലും ആ ഒരു എതിർപ്പങ്ങ് മൂലക്കിരിക്കത്തേ ഉള്ളൂ. നീ എന്നോട് ചോദിച്ചല്ലോ, ആ അത് മതി. പഴയ കാലമൊന്നുമല്ല മോളെ, ഇപ്പൊ സ്ത്രീകൾക്കാ കുടുംബത്തിൽ സ്ഥാനം. അങ്ങനെ നോക്കുമ്പം ഞാനാ ഈ വീട്ടിലെ കുടുംബനാഥ. ഞാൻ പറഞ്ഞാ മതി. മതിയെങ്കിൽ മതി. കാലം നല്ലതല്ല. ഇതല്ല, ഇതിനപ്പുറവും നടക്കും. നീ എന്താ സിദ്ധു ഒന്നും മിണ്ടാതിരിക്കുന്നത്? വരട്ടെ അച്ഛാ, ആര് വേണമെങ്കിലും വരട്ടെ. എനിക്ക് ഒരെതിർപ്പുമില്ല. ഇങ്ങനൊരു മറുപടിയാണ് ഞാൻ ആഗ്രഹിച്ചത്. താങ്ക് യു സിദ്ധുട്ടാ. പ്രേമിച്ച് സമ്മതിച്ചിരുന്നെങ്കിലും സിദ്ധുവിന്റെ കൂടി സമ്മതം വാങ്ങണമെന്നുണ്ടായിരുന്നു എനിക്ക്.
അത് ഇത്ര പെട്ടെന്ന് തരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഷോ, എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ഷേ, എന്തിനാ നന്ദി? അതിന്റെ ഒന്നും ആവശ്യമില്ലെന്നേ. അതെ, ഇത് ചന്ദ്രയുടെയും കൂടി വീടല്ലേ. ഇവിടെ എന്ത് തീരുമാനം എടുക്കാനും അത് നടപ്പിൽ വരുത്താനുള്ള അവകാശം ചന്ദ്രയ്ക്കുണ്ട്. അയ്യോ, മതി, ഇത് കേട്ടാ മതി. എന്തു പറ്റി കുഞ്ഞളിയാ? പെട്ടെന്നൊരു മാറ്റം. മാറ്റമില്ലാത്തത് മാറ്റത്തിന് മാത്രമാണല്ലോ അളിയ. ബാക്കിയെല്ലാം മാറും. ആ നിയമത്തിൽ നിന്ന് എനിക്ക് മാത്രമായിട്ടൊരു മോചനമില്ല. വേണ്ടായിരുന്നു, ഞാൻ അത്രേ പറയും. നല്ല നടനാളിയ, എനിക്കിഷ്ടായി. അവര് മനസ്സിൽ കാണുമ്പം മാനത്ത് അല്ലേ? ഇന്ദ്രാണി അപ്പച്ചി, ഇനി അവരുടെ കുറവും കൂടിയേ ഉള്ളൂ. വരട്ടെ അളിയ, എല്ലാ തുരുമ്പുകളും ഇങ്ങ് വരട്ടെ. കാണാലോ അവരെന്താ ചെയ്യാൻ പോകുന്നതെന്ന്. അതെ, അത് തന്നെയാ വേണ്ടത്. അളിയന്റെ തീരുമാനമാണ് ശരി. നടക്കട്ടെ, എല്ലാം നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ നടക്കട്ടെ. ചേച്ചിമേ, പുറത്തേക്കൊന്ന് നോക്കിക്കേ, കാക്ക വല്ലതും മലർന്ന് പറക്കുന്നുണ്ടോന്ന്. സിദ്ധുവിന്റെ മാറ്റമല്ലേ? ചെറിയ മാറ്റാണോ? അപ്പച്ചി വരാൻ പോകുന്നെന്ന് കേൾക്കുമ്പോ സിദ്ധോട്ടെ സമ്മതിക്കില്ലെന്നായിരുന്നു ഞാൻ കരുതിയത്. എന്റെ എല്ലാ കണക്കുകൂട്ടലും തെറ്റി. എല്ലാം നിന്റെ മിടുക്ക. ചേച്ചിയമ്മയുടെ സഹായം. അതുകൊണ്ടാ വിചാരിച്ചതിനേക്കാളും വേഗത്തില് സിദ്ധോന്റെ മനസ്സ് കീഴടക്കാൻ പറ്റിയത്. ദേ, ഇപ്പോഴും പൂർണ്ണമായിട്ടും ഓൻ കീഴ്പ്പെട്ടെന്നൊന്നും വിചാരിക്കണ്ട. വക്കീല കൂർമ്മ ബുദ്ധിയാ. നമ്മൾ ചിന്തിക്കുന്നത് പോലെ ആയിരിക്കില്ല അവൻ ചിന്തിക്കുന്നത്. എന്തായാലും ഇത്രയും മാറിയല്ലോ, ഇനി എന്താ വേണ്ടെന്ന് എനിക്കറിയാം. അവൾ ഒറ്റ ഒരുത്തി അവനെ വഷളാക്കുന്നത്. ഓ ഓ, അവൻ എന്ത് കണ്ടിട്ടാ ദേവികയെന്ന് പറഞ്ഞ് നടക്കുന്നതെന്നേ എനിക്ക് മനസ്സിലാവാത്തത്. അവക്ക് പോലും അവനെ വേണ്ട. എല്ലാം ശരിയാവും ചേച്ചിയമ്മ. സിദ്ധോട്ടനെ എനിക്ക് വിട്ടേക്ക്. അപ്പച്ചിയും കൂടെ വന്നാ എന്റെ കയ്യിന്ന് പോവില്ല സിദ്ധോട്ടൻ. പോവാൻ ഞാൻ സമ്മതിക്കില്ല. ഈ പൂച്ച എലിയെ പിടിക്കുന്ന കണ്ടിട്ടില്ലേ? കൊറേ നേരിട്ട് ഇങ്ങനെ ഓടിക്കും, അവസാനം ഒറ്റപ്പിടുത്താം. അതേപോലൊരു പിടുത്തം ഞാനും അങ്ങ് പിടിക്കും. അതിനുള്ള സമയമായി എന്നൊരു തോന്നലായിപ്പോ. അതിന്റെ ലക്ഷണ സിദ്ധന്റെയും മനമാറ്റം. എല്ലാം നല്ലതിനെന്ന് വിചാരിക്കും മോളെ. ദേ, എങ്കിലും ശ്രദ്ധിക്കാനുള്ളത് ശ്രദ്ധിക്കണേ. അറിയാലോ നിന്റെ ലക്ഷ്യം എന്താണെന്ന്. അത് നേടാതെ നീ ഒരിക്കലും പിന്മാറരുത്. ഇല്ല ചേച്ചിയമ്മേ, ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ല. ചേച്ചിയമ്മയ്ക്ക് എന്നെ വിശ്വസിക്കാം. അയ്യോ, നിന്നെയല്ല, എനിക്ക് അവനെയാ പേടി. അതുകൊണ്ടാ മോളെ ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നേ.